അങ്ങനെ അഭി അറിഞ്ഞിരിക്കുകയാണ് നയനയും ആദർശും സത്യങ്ങളെല്ലാം അറിഞ്ഞു എന്നുള്ള കാര്യം. മാത്രവുമല്ല, നയന അഭിയുടെ കാരണക്കുറ്റി തീർത്തൊരെണ്ണം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എത്രയോ നാളായി മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ദേഷ്യവും പകയും വെറുപ്പും ഒക്കെ നയന ഈ അവസരത്തിൽ തീർക്കുകയാണ്. കാരണം തൻ്റെ ചേച്ചിയെ പറ്റിച്ചു. നയനയും ആദർശിനെയും പറ്റിച്ചുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ അവരെ കുറ്റപ്പെടുത്തുന്നു. എല്ലാവരുടെയും മുന്നിൽ ഇവരെപ്പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കുന്നു. നാട്ടിലും ജ്വല്ലറിയിലും ഒക്കെ അഭി അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ചന്തുമോളുടെ അച്ഛനാണ് ആദർശം എന്നൊക്കെ. അങ്ങനെ ആദർശിൻ്റെ ഈ പ്രവൃത്തി മൂലം പൊറുതി മുട്ടിയിട്ടാണ് ആദർശം നയനയും അഭിയോട് പറയുന്നത്, ഇനി നീ കൂടുതൽ കളിച്ചാൽ ഞങ്ങൾ സത്യങ്ങളെല്ലാം എല്ലാവരോടും പറയും. അതോടുകൂടി നവ്യേച്ചിയും എല്ലാം അറിയും. അതുകൊണ്ട് നീ എല്ലാം ഇവിടം കൊണ്ട് നിർത്തിക്കോ. ഇല്ലെങ്കിൽ ഇതെല്ലാം എല്ലാവരും, നിൻ്റെ ഭാര്യയും അമ്മയും എല്ലാവരും അറിയും. അറിയാലോ, എന്നെപ്പോലെയല്ല ചേച്ചി. ഇതൊക്കെ അറിഞ്ഞാൽ അനന്തപുരി തറവാട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കാൻ ആദ്യം പറയുന്നത് ചേച്ചിയായിരിക്കും മുത്തശ്ശനോട്. അങ്ങനെ അഭിയെ നല്ലപോലെ വിരട്ടുന്നുണ്ട് നമ്മുടെ നയന. അഭിയാണെങ്കിലും ഇതൊക്കെ കേട്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ഇത്രയും നാളും ആദർശിൻ്റെ നയനയുടെ മുമ്പിൽ 100 നാക്കായിരുന്നു അഭിക്ക്. ആദർശിനോട് തന്നെ നേർക്ക് നേരെ നിന്ന്, നീയല്ലേ ആ കൊച്ചിൻ്റെ അച്ഛൻ, എങ്കിലും ആദർശേട്ടാ ഇതൊക്കെ എന്തിനു ചെയ്തു എന്നൊക്കെ ചോദിച്ചിരുന്ന അഭി പഞ്ചപൂജ അടക്കി ഒന്നും മിണ്ടാകാനാവാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇത് മാത്രമല്ലല്ലോ, അഭി ജ്വല്ലറിയിലും കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. ബ്രാഞ്ച് ഏൽപ്പിച്ച ജ്വല്ലറിയിൽ മാത്രമല്ല, പല ജ്വല്ലറികളിലും പോയി അഭി പല തട്ടിപ്പും നടത്തുന്നുണ്ട്. നവ്യയ്ക്കാണെങ്കിൽ ഇപ്പോഴും നയനയോട് സ്നേഹം തന്നെയാണ്. തൻ്റെ അനിയത്തിയാണ് നയന. നയന അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല. അവൾ എപ്പോഴും നന്മയുടെ ഭാഗത്തേ നിൽക്കുകയുള്ളൂ എന്നുള്ള ധാരണയൊക്കെ നവ്യയ്ക്കുണ്ട്. ചിലപ്പോൾ അവൾ തൻ്റെ ജീവിതം പോകണ്ടെന്ന് വിചാരിച്ചും അച്ഛനെ അമ്മയൊന്നും കൂടുതൽ സങ്കടത്തിലാഴ്ത്തണ്ടെന്ന് കരുതിയൊക്കെ ആയിരിക്കും ആദർശേട്ടൻ ചെയ്ത തെറ്റൊക്കെ സഹിച്ച് ചന്തുമോളുടെ അമ്മയായിട്ട് അവളിങ്ങനെ നിൽക്കുന്നത്. അങ്ങനെയൊക്കെയാണ് നവ്യ വിചാരിക്കുന്നത്. എന്നാൽ അത് അങ്ങനെയൊന്നും അല്ല എന്നുള്ള കാര്യം മാത്രം നവ്യയ്ക്കറിയില്ല. നവ്യ പലപ്പോഴും നയനയുടെ മുഖത്ത് നോക്കി ഓരോന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നവ്യയ്ക്കിപ്പോഴും നയനെ ഇഷ്ടം തന്നെയാണ്. പക്ഷേ ചേച്ചി അനിയത്തിയും എങ്ങനെയെങ്കിലുമൊക്കെ തെറ്റിക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ അഭിക്കും ജലജയ്ക്കും ഒക്കെ ഉള്ളൂ. അതിനുവേണ്ടി അവർ പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. അഭി നവ്യയോട് പറയുന്നുണ്ട്, നിൻ്റെ അനിയത്തി ഒറ്റ ഒരാൾ വിചാരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു ബ്രാഞ്ചും കൂടി കിട്ടിയേനെ നവ്യേ. അപ്പം നീ ഒന്ന് ഓർത്തു നോക്കിയേ, നിൻ്റെ അനിയത്തിക്ക് നിന്നോട് അസൂയ ഉള്ളത് കൊണ്ടല്ലേ അവൾ അതൊന്നും നിനക്ക് വേണ്ടി ചെയ്തു തരാത്തത്. അത് നീ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അപ്പം നവ്യ പറയുന്നുണ്ട്, ഏയ് അതങ്ങനെയൊന്നുമല്ല. നയനെപ്പറ്റി എനിക്ക് നന്നായിട്ടറിയാം. അവളെ എനിക്കും വീട്ടുകാർക്കും വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പണ്ട് മുതലേ അവൾ അങ്ങനെ തന്നെയാണ്. അവൾക്ക് വേണ്ടിയിട്ട് അവൾ ഒന്നും ചെയ്തിട്ടില്ല. അതിപ്പോൾ കല്യാണം കഴിയുന്നതിന് മുമ്പും അവൾ എനിക്കും അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും വേണ്ടിയിട്ടാണ് കഷ്ടപ്പെട്ടത് മുഴുവൻ. പക്ഷേ തിരിച്ചായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ചേച്ചി എന്ന നിലയ്ക്ക് ഞാൻ നല്ലായിരുന്നു ആ കുടുംബം നോക്കേണ്ടിയിരുന്നത്. അന്നൊന്നും എനിക്ക് വലിയ പക്വതയൊന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് എനിക്കെല്ലാം മനസ്സിലായത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ പൂർണ്ണമായും തള്ളിപ്പറയാൻ പറ്റില്ല അഭി. അവളിപ്പോൾ ഇങ്ങനൊരു തെറ്റിന് കൂട്ടുനിൽക്കുന്നത് അവളുടെ നേട്ടത്തിന് വേണ്ടിയല്ല അഭി. അവളെ സ്നേഹിക്കുന്ന ആരും വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും അഭി, നയന എന്നെ കരിവാരിത്തേക്കുവെന്നോ എനിക്കൊന്നും കിട്ടരുതെന്നുള്ള ഇതിൽ കുശുമ്പുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു മനസ്സോ ഉള്ള ആളല്ല അവൾ. നീ അതൊക്കെ മനസ്സിലാക്കണം അഭി. അഭിയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ആകെ ചമ്മി നിൽക്കുകയാണ്. കാരണം നവ്യ അയനെ ഏതെങ്കിലും രീതിയിലൊക്കെ തമ്മിലടുപ്പിക്കുക എന്നുള്ളതായിരുന്നല്ലോ അഭിയുടെ ഉദ്ദേശം. നവ്യയ്ക്ക് എപ്പോഴും നയനയോട് സ്നേഹമുണ്ടെന്നറിയുമ്പോൾ അതില്ലാതാക്കാനായിട്ട് ഓരോന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട് അഭി. എൻ്റെ നവ്യേ, അതൊക്കെ നിൻ്റെ തോന്നലാണ്. ഇപ്പോൾ അവരൊരു കുടുംബം, നമ്മളൊരു കുടുംബം. അവരാദർശും ചന്തുമോളും നയനയും ഒരു കുടുംബം. ഇവിടെ നമ്മൾ, ഞാനും നീയും അനന്തപത്മനാഭനും ഒരു കുടുംബം. ഇങ്ങനെ കുടുംബങ്ങൾ തമ്മിൽ രണ്ടാകുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അവിടെ കുശുമ്പും കുന്നായ്മയും ഒക്കെ ഉണ്ടാവും. കാര്യം ശരിയാ, നീയും നയനയും ഒരമ്മയുടെ വയറ്റിൽ പിറന്നതൊക്കെയാ. അത് നിൻ്റെ വീട്ടിൽ ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നീ എൻ്റെ ഭാര്യയും നയന ആദർശിൻ്റെ ഭാര്യയുമാണ്.
അപ്പോൾ എന്താ, രണ്ട് കുടുംബമായില്ലേ? രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കുശുമ്പും കുന്നായ്മയും ഒക്കെ ഉണ്ടാകും. അല്ലായിരുന്നെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു 2-3 ബ്രാഞ്ചെങ്കിലും അവരെന്നെ ഏൽപ്പിക്കില്ലായിരുന്നോ? അങ്ങനെ ചെയ്യുള്ളായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഉറപ്പാ, ആദർശനും നയനയ്ക്കുമൊക്കെ നമ്മൾ വളരുമോ എന്നുള്ള ഭയമാണ്. നമ്മൾ നന്നായി പോകുന്നുള്ളൊരു പേടിയും അവർക്ക് 2 പേർക്കുമുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്ന് പറഞ്ഞിട്ട് അഭി ഒരു കള്ളച്ചിരിയോടെ അവിടെ നിന്ന് പോകുന്നുണ്ട്. നവ്യയ്ക്കാണെങ്കിലും അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്നുണ്ട് അഭി പറഞ്ഞതിലും കാര്യമുണ്ടെന്ന്. അതിനുശേഷം ജലജ അഭിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കാം, എടാ അഭി, നീ ഇപ്പോൾ അവളോട് കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ആ നയനെക്കുറിച്ചുള്ള കുറ്റങ്ങൾ നീ അവളോട് എപ്പോഴുമേ അവളെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കണം. മാത്രമല്ല, രണ്ടിനെയും തല്ലിപ്പിരിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരവസ്ഥയിലെത്തിക്കണം. അതുകൊണ്ട് നീ നിൻ്റെ ഭാര്യയെ നന്നായിട്ട് പിരികേറ്റടാ. നിന്നെ അവൾക്ക് അത്രയ്ക്ക് വിശ്വാസമായതുകൊണ്ട് നീ പറയുന്നതൊക്കെ അവൾ മുഖവരക്കെടുക്കും. നീ ഇപ്പം തട്ടിപ്പും വെട്ടിപ്പും പെണ്ണുങ്ങളുടെ പുറകെ പോക്കും ഒന്നുമില്ലാതെ മാന്യനായിട്ട് ജീവിക്കുകയാണെന്നാണല്ലോ നവ്യയുടെ വിശ്വാസം. അല്ല, നവ്യ മാത്രമല്ല, ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കരുതുന്നത്. അതൊക്കെ സത്യം തന്നെയാണല്ലോ അല്ലേ എന്നുള്ള രീതിയിൽ സംശയത്തോടെ ജലജ അഭിയെ നോക്കുന്നുണ്ട്. അപ്പോൾ അഭി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, അമ്മ ഇതെന്ത് വർത്താനം അമ്മേ പറയുന്നേ? അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? അങ്ങനെയാണെങ്കിലേ നിനക്ക് കിട്ടിയ ആ ബ്രാഞ്ച് നീ നല്ല രീതിയിൽ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് ജലജ. പഴയ രീതിയിൽ തന്നെയാണ് നീ പോകുന്നതെന്നുണ്ടെങ്കിൽ നിനക്കതൊരിക്കലും ഗുണം ചെയ്യില്ല മോനെ. പഴയ രീതിയിൽ തന്നെയാണ് നീ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, നിന്നെ വീണ്ടും കള്ളനാക്കും. നിന്നെ ബ്രാഞ്ചിൽ നിന്ന് തന്നെ ഇറക്കി വിടും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അഭിക്ക്. എന്നാൽ കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയൊന്നും അല്ല എന്ന് അഭി പല തട്ടിപ്പും വെട്ടിപ്പും ഓൾറെഡി തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യവും ജലജയ്ക്കറിയില്ല. ജലജയുടെ വാക്കുകളെല്ലാം കേട്ട് തല കുലുക്കി സമ്മതിച്ച് അഭി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അഭിക്കൊരു കോള് വരുന്നത്. അഭിയെ വിളിക്കുന്നത് ആ സ്വർണ്ണപ്പണിക്കാരനാണ്. അങ്ങനെ അയാളെ വിളിച്ചിട്ട് പറയുകയാണ് അഭിയോട്, എൻ്റെ പൊന്നു സാറേ, ഞാനിവിടെ മനസമാധാനത്തോടുകൂടി എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ സത്യം പറയാലോ, ഇപ്പം എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ കൂടി പറ്റുന്നില്ല. അതിന് കാരണമുണ്ടല്ലോ, അന്നാ കള്ളത്തരം ചെയ്തുകൊണ്ട് എനിക്ക് പേടിയാ സാറേ. അതുകൊണ്ട് സാറ് തന്നെ പറ, ഇതിനൊരു പരിഹാരം ഇനി ഉണ്ടാവുമോ? ദേ, പോലീസൊക്കെ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നാ അറിയാൻ കഴിഞ്ഞത്. ഞാനെങ്ങാനും അകത്തു പോകും സാറേ എന്നയാൾ പേടിയോടെ ചോദിക്കുമ്പോഴേക്കും, താൻ എന്തിനാടോ പേടിക്കുന്നത്? താൻ പേടിക്കൊന്നും വേണ്ട. പോലീസുകാർക്കൊക്കെ കാശ് കൊടുത്ത് ഞാൻ എൻ്റെ കസ്റ്റഡിയിലാക്കും. താൻ അറിഞ്ഞു കാണുമല്ലോ, ഞാനിപ്പോൾ ഒരു ബ്രാഞ്ചും കൂടെ നോക്കി നടത്തുന്നുണ്ട്. അതുകൊണ്ട് എന്നെ സംശയിക്കാൻ ഇനി ആരും പോകുന്നില്ല. അത് എന്നെ സംശയിക്കാത്തിടത്തോളം കാലം താനും പേടിക്കണ്ട എന്നൊക്കെ അഭി പറയുന്നുണ്ട്. അപ്പോൾ സ്വർണ്ണപ്പണിക്കാരൻ വിഷമത്തോടെ പറയും, സാർ എനിക്ക് കുറേ പൈസയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എൻ്റെ ദാരിദ്ര്യമാണ് സാറ് മുതലെടുത്തത്. ഞാൻ ഒരുപാട് തവണ സാറിനോട് പറഞ്ഞതാ വേണ്ടാന്ന്. പക്ഷേ സാർ എനിക്ക് പണം ഓഫർ ചെയ്തപ്പോൾ ഞാൻ അറിയാതെ ചെയ്തു പോവുമായിരുന്നു. എന്നാൽ അഭി ഇയാളോട് സംസാരിക്കുന്നതെല്ലാം മൂർത്തി മുത്തശ്ശൻ കേൾക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ അതിലെ പോയപ്പോഴായിരുന്നു അഭി അവിടെ നിന്ന് പരുങ്ങി കളിക്കുന്നതും സ്വർണ്ണപ്പണിക്കാരനോട് സംസാരിക്കുന്നതൊക്കെ കാണുന്നത്. അതുകൊണ്ടാണ് മുത്തശ്ശൻ അവിടെ മാറി നിന്നത്. അങ്ങനെയാണ് അഭി സംസാരിച്ചത് മുഴുവൻ മുത്തശ്ശൻ കേൾക്കുന്നത്. വീണ്ടും അഭി പറയുന്നുണ്ട്, താൻ പേടിക്കണ്ടടോ, തനിക്കുള്ളതെല്ലാം ഞാൻ തന്നില്ലേ, ഇനിയും വേണമെങ്കിൽ ഞാൻ തരാം. അതുകൊണ്ട് താൻ പേടിക്കാതിരിക്കുക. പോലീസ് ഒന്നും അറിയാൻ പോകുന്നില്ല. കുറച്ച് സ്വർണം കടത്തിയെന്ന് പറഞ്ഞ് എന്താ ഇപ്പം പ്രശ്നം? ആ ജുവല്ലറി എൻ്റേതും കൂടെ അല്ലേ? അതൊന്നും അത്ര വലിയ തെറ്റായിട്ടൊന്നും താൻ വിചാരിക്കണ്ട. ഇതൊക്കെ കേൾക്കുന്നതും മുത്തശ്ശന് പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. നിയന്ത്രണം മൊത്തം വിട്ടുപോന്നു. അവിയുടെ നേർക്ക് വരുന്നുണ്ട്. അമ്പട ദുഷ്ട, നീയാണല്ലേ അപ്പം ആ സ്വർണം മൊത്തം കടത്തിയത്? എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ വിലസി നടക്കുമായിരുന്നല്ലേടാ നീ. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടാ. നിന്റെ കള്ളത്തരം ഇതോടുകൂടി ഞാൻ അവസാനിപ്പിക്കും. എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ വിലസി നടക്കുമായിരുന്നല്ലേടാ നീ. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നിന്റെ കള്ളത്തരം ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കും എന്നും പറഞ്ഞ മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അഭിയാണെങ്കിൽ ശരിക്കും പെട്ടുപോകുന്നുണ്ട്. ഈശ്വര, മുത്തശ്ശൻ എല്ലാം അറിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു വഴി എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് അഭി.
ഏതായാലും നമ്മുടെ മൂർത്തി മുത്തശ്ശൻ പിന്നീട് നന്ദുവിനെയാണ് കേട്ടോ വിളിക്കുന്നത്. നന്ദുവിന് മുത്തശ്ശൻ്റെ കോള് വരുന്നതും എന്താ മുത്തശ്ശ എന്നും ചോദിച്ച് നന്ദു കോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് പിന്നെ മോളെ, ഞങ്ങൾ മോളെ വിളിച്ചത് ഒരു കേസിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ജ്വല്ലറിയിൽ നിന്ന് കുറച്ച് സ്വർണം കാണാതെ പോയി എന്നും പറഞ്ഞിട്ടാണ് പെറ്റീഷൻ കൊടുത്തിരുന്നത്. ഇനി വേണമെങ്കിൽ ഒന്നുകൂടെ ഒരു റീപെറ്റീഷൻ തരാമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ആണോ മുത്തശ്ശ? മുത്തശ്ശന് ഇതിൻ്റെ പേരിൽ ആരെങ്കിലും വല്ല സംശയമുണ്ടോ? സംശയമല്ല മോളെ, ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് വ്യക്തമായിട്ടുണ്ട്. അഭി തന്നെയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. അവൻ ഫോണിലൂടെ സംസാരിക്കുന്നത് മുഴുവൻ ഞാൻ കേട്ടു. അവൻ ഒറ്റയൊരുത്തനാണ് ഇതിനൊക്കെ കാരണം. ഇതൊക്കെ കേൾക്കുമ്പോൾ നന്ദുവും വല്ലാണ്ടങ്ങ് ഷോക്കാകുന്നുണ്ട്. നന്ദുവിനാണെങ്കിൽ അഭിയോട് ശരിക്കും ദേഷ്യം തോന്നുന്നുണ്ട്. ചന്തുമോളുടെ പിതൃത്വം മറച്ചു വെച്ച് അത് ആദർശേട്ടൻ്റെ തലയിൽ കെട്ടിവെച്ചതിൻ്റെ എല്ലാ ദേഷ്യവും നന്ദുവിന് അഭിയോടുണ്ട്. നവ്യൊന്നും അറിയരുതെന്നുള്ളത് കൊണ്ടാണ് ആ ദേഷ്യമൊക്കെ മനസ്സിലിട്ട് ഇത്രയും നാളും നടന്നത്. എന്തായാലും ഇതുകൂടെ അറിയുമ്പോഴേക്കും തനിക്കും അഭിയോടുള്ള വൈരാഗ്യം മൊത്തം തീർക്കാൻ കിട്ടിയൊരു അവസരമാണെന്ന് നന്ദു മനസ്സിൽ കരുതുകയാണ്. അങ്ങനെ മൂർത്തി മുത്തശ്ശനോട് ഉടനെ തന്നെ നന്ദു പറയുന്നുണ്ട്, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരാം മുത്തശ്ശ, എന്നിട്ട് അവനെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാമെന്ന്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ ഇപ്പം ഇങ്ങോട്ട് വന്ന് അവനെ അറസ്റ്റ് ചെയ്യേണ്ട നന്ദു. നീ ആ കേസ് അന്വേഷിച്ച് സകല തെളിവോടും കൂടി അവനെ പൂട്ടണം. ഞാനിപ്പോൾ അവൻ ഫോണിൽ സംസാരിക്കുന്നത് കേട്ടു എന്നല്ലേ ഉള്ളൂ. അവനെ പൂട്ടാനുള്ളൊരു തെളിവല്ലല്ലോ ഇത്. അതുകൊണ്ട് നീ തന്നെ ഈ കേസ് അന്വേഷിച്ച് അവനെ പൂട്ടണം. സകല തെളിവോടും കൂടി തന്നെ പൂട്ടണം. ഇങ്ങനെ മുത്തശ്ശൻ ഫോണിൽ കൂടി അഭിയെ പൂട്ടണം, അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നത് കേട്ട് മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ ഈ പറയുന്നത്? നിങ്ങൾ ആരെയാണ് വിളിച്ചത്? ഫോണിലൂടെ അഭിയെ പൂട്ടണം എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ, എന്താ കാര്യം? എന്തു പറ്റി? സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞോ? നന്ദു അറിഞ്ഞോ? മുത്തശ്ശൻ എല്ലാം സമ്മതിക്കുന്നുണ്ട്. നന്ദു എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്ന് തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അതേസമയം മുത്തശ്ശിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷെ നീ ഉദ്ദേശിച്ച സത്യങ്ങളൊന്നും അല്ല നന്ദു അറിഞ്ഞത്. നീ ഉദ്ദേശിച്ചത് ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള സത്യമല്ലേ? എന്നാൽ അതല്ല. എന്നാൽ ഇതിനെക്കാട്ടിലും വലിയൊരു തെറ്റ് അഭി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ല, അവൻ ചെയ്യുന്നത് മൊത്തം അല്ലെങ്കിലും കുറ്റങ്ങൾ തന്നെയാണല്ലോ. പക്ഷേ അവൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോഴും അവനെ വിശ്വാസമാണ്. അവൾക്ക് അവൻ ചെയ്യുന്നതെല്ലാം ശരിയാ. എന്നാലേ പക്ഷെങ്കിൽ അവക്കും അവൻ്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും വേണ്ടിയിട്ട് ഇതും കൂടെ അങ്ങനെ വിട്ടുകൊടുത്താലേ ശരിയാവില്ല. അവന് അവസാനത്തെ വാണിംഗും കൊടുത്തിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വിട്ടത്. അന്ന് നവ്യ കാല് പിടിച്ചിട്ടാണ് അവനെ വെറുതെ വിട്ടത്. അങ്ങനെയാണ് അവനെ ജ്വല്ലറിയിലേക്ക് തിരിച്ചെടുത്തത്. അവിടെ ഇനി അവൻ എന്തൊക്കെ തിരിമറി കാണിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം. അവൻ തന്നെയാണ് കഴിഞ്ഞ തവണ ജ്വല്ലറിയിലെ സ്വർണ്ണക്കടത്ത് നടത്തിയത്. അന്ന് അവിടെ നിന്ന് കുറേ സ്വർണം കാണാതെ പോവുകയും കേസ് കൊടുക്കുകയൊക്കെ ചെയ്തല്ലോ. അത് നടത്തിയതേ ഇവനും ആ ജ്വല്ലറിയിലെ സ്വർണ്ണപ്പണിക്കാരനും കൂടി ചേർന്നിട്ടാണ്. കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ മുത്തശ്ശിയും ഞെട്ടുന്നുണ്ട്. കള്ളൻ കപ്പലിൽ തന്നെയാണല്ലോ എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതോടുകൂടി നിർത്തിക്കോ. ഇനി അവൻ ഒരു ബ്രാഞ്ചിലേക്കും പോകണ്ട. അവനിനി ഈ വീട്ടിൽ പോലും താമസിക്കേണ്ട, എവിടെയെങ്കിലും പോട്ടെ. അവൻ ഇവിടെ ഉള്ളിടത്തോളം കാലം മറ്റുള്ളവരെയൊക്കെ വേദനിപ്പിക്കാനും കൊല്ലാനും പിടിച്ചു പറിക്കാനും മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. അവന് നല്ലൊരു മനസ്സില്ല. അതവൻ്റെ അമ്മ പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിരുന്നു. എന്നാൽ അവനെ നല്ലതൊന്നും പഠിപ്പിച്ചു കൊടുത്തുമില്ല. തെറ്റായ മാർഗത്തിലാണ് അവനെ വളർത്തിക്കൊണ്ട് വന്നതും. അവൻ്റെ ഈ പ്രവർത്തികളെല്ലാം ഈ കുടുംബത്തിന് ദോഷം ചെയ്യുന്ന രീതിയിലായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവനെ ഇനി ഇവിടെ നിർത്തി പൊറുപ്പിക്കാനാവില്ല. അവൻ്റെ എല്ലാ അഭ്യാസങ്ങളും ഞാൻ നിർത്താൻ പോവുക. ഇനി ചന്തുമോളുടെ അച്ഛൻ അവനാണെന്നുള്ള കാര്യവും വിളിച്ചു പറയാം. അല്ലെങ്കിൽ തന്നെ നവ്യക്കെന്തിനാ ഇവനെ പോലൊരു ഭർത്താവിനെ? നവ്യയ്ക്കും കുഞ്ഞിനും എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിൽക്കാം. പക്ഷേ അവ്യയും ജലജയും ഉടനെ തന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. ഇങ്ങനെയൊരു തീരുമാനം അവസാനം മുത്തശ്ശൻ കൈക്കൊള്ളുകയാണ്.